ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊരു ഗിവ് അവേ ആണ്. ഞാൻ 50K ആയ ടൈമിൽ ഗിവ് അവേ വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ പറ്റിയില്ല, കാരണം 50-60 ഒക്കെ ഇങ്ങനെ ഓടിപ്പോവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ കാലമായിട്ട് പിന്നെ ഒരനക്കൂല, സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ നിൽക്കും. അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ് എന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഈ വീഡിയോയുടെ ഇടയിലായിട്ട് പറയും ആകെ 2 റൂൾസേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വെക്കുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു കാട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ബിരിയാണി ഉണ്ടാക്കിയിട്ട് അധികം ടേസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നവർക്കും വേണ്ടിയിട്ടുള്ള നല്ല എളുപ്പമായിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മാരിനേഷന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ കുറേ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിക്കുക, എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമുക്ക് മസാല വഴറ്റേണ്ടത്. പിന്നെ 1 കിലോയിലേക്ക് എടുക്കേണ്ടത് 4 സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു 4-5 തക്കാളി, ഒരു 8 പച്ചമുളക്, ആ അളവാണ് വേണ്ടത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോനാണ് ഞാൻ എടുക്കുന്നത്, കാരണം നോമ്പാണ്. അപ്പോൾ ഒരു നേരം മാത്രമല്ലേ നമ്മൾ തിന്നുള്ളൂ, അത് കാരണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, മല്ലിയില, പുതിന കൂടെ ഒന്ന് ചതച്ചെടുത്ത്, പിന്നെ എല്ലാതും ഈ തക്കാളി അരച്ചെടുക്കുകയാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ കുറേ പണിയാവും. പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളെ കാട ഫ്രൈ ആക്കിയിട്ടുള്ള ഓയിൽ വെളിച്ചെണ്ണ കൂടുതലുണ്ട് തോന്നുന്നെങ്കിൽ നമുക്ക് അതിന് കുറച്ച് കോരി മാറ്റട്ടാ. ഇതിപ്പോൾ കറക്റ്റ് തന്നെ ഉള്ളൂ. എന്നിട്ട് നമുക്ക് സവാള നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നിട്ടൊക്കെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഒന്ന് ഉള്ളി നല്ല സോഫ്റ്റ് ആവുമേ. അപ്പോൾ മസാല ഒക്കെ വഴന്ന് റെഡി ആകുമ്പോൾ നമ്മൾ ഗിവ് അവേയുടെ കാര്യം പറയാം. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ കുഞ്ഞ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ പുതിയ ആൾക്കാർ വന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ നല്ല മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെക്കണ്ട. പിന്നെ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞ് മൂത്ത സ്മെല്ല് വരുന്ന കേട്ടോ. അതുവരെ നമ്മൾ വഴറ്റണം. കാരണം അങ്ങനെയൊക്കെയാണ് ബിരിയാണിക്ക് നമ്മളിങ്ങനെ ടേസ്റ്റ് കൂടേണ്ടത്. ഞാൻ ആദ്യമൊക്കെ ബിരിയാണി വെക്കുമ്പോഴേ എല്ലാതും വഴറ്റും എല്ലാ സംഭവങ്ങളും ഇടുന്നുണ്ട്. പക്ഷേ സവാള കൊണ്ട് വഴറ്റും ക്ഷമയില്ല തീരെ. ഒന്നിട്ട് വഴറ്റും, ബാക്കി എല്ലാതും ഇടും. എന്നിട്ട് ബിരിയാണിക്ക് നമുക്ക് ടേസ്റ്റ് ഇല്ലാന്ന് തോന്നിയാൽ, പക്ഷേ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മസാല വഴറ്റണമെങ്കിൽ തന്നെയാണ് ബിരിയാണിയുടെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മൂത്ത് മുരിഞ്ഞ് വന്ന സമയത്ത് നമുക്ക് നമ്മളെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്, നല്ല ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട. എന്നിട്ട് ഇതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലകളൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കണുള്ളൂ. എരിവിന് കുരുമുളക് പൊടി ഒന്നും ചേർക്കണ്ട, കാരണം നമ്മൾ അതിനാണ് ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള എരിവുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്തതിൽ വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ വഴറ്റണത്, അപ്പോൾ അതിലും കൂടെ കുറച്ച് ഒരു സ്പൈസി ഉണ്ടാവും. നമ്മൾ കാടൊക്കെ ഇട്ട് കൊടുക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതില്ലെങ്കിൽ നമുക്ക് തൈര് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തതാണ്. തൈര് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ തൈര് ചേർത്ത് കൊടുത്താൽ മതി. അതുമില്ലെങ്കിൽ കാഷ്യൂനട്ട് ഒരു 5-6 വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് അരച്ചിട്ട് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ മസാലയൊക്കെ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടാണ് ഈ മസാലയിലേക്ക് അങ്ങനെയാണ് ബിരിയാണി ആക്കണത്. അല്ലാതെ നമ്മളിങ്ങനെ അരി തിളപ്പിച്ച് ഊറ്റിയിട്ടല്ല കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകുക. അതിൻ്റെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പോലത്തെ കളറുണ്ടല്ലോ, അതൊക്കെ പോവോളം നല്ല വെള്ളം തെളിഞ്ഞ് വരുന്ന വരെ കഴുകുക. ഒരു 2-3 പ്രാവശ്യം കഴുകണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അതൊന്ന് വാര വെക്കണം, ഒന്ന് കൊട്ടയ്ക്ക് ഊറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എടുത്തിട്ട് വെള്ളം വേറെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിടണം. പിന്നെ നമ്മളെ ഗിവ് അവേ അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കമൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്ന് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഗിവ് അവയുടെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേർക്കാവും ഗിഫ്റ്റ് കൊടുക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. പിന്നെ വിന്നർ അനൗൺസ് ചെയ്യുക 100K ആവുമ്പോഴാണ്. നിങ്ങൾ വിചാരിച്ചാൽ 100K ആവാനൊന്നൊരു പണിയില്ലാന്നറിയാം, എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് വിന്നറെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വിന്നർ ടോപ്പ് കമൻറ്ററാണ്. നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോയിലുണ്ടാവും നമുക്ക് ടോപ്പ് കമൻറ്ററായിട്ട് കിടക്കണേ. നമ്മളെ വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യും, കമൻറ്റൊക്കെ ചെയ്തിട്ട് കൂടുതലായിട്ട് നമ്മളെല്ലാ വീഡിയോസും കണ്ട് അതിനൊക്കെ കമൻറ്റും ലൈക്കൊക്കെ ചെയ്തിട്ടുള്ളവരാണ് ടോപ്പ് കമൻറ്ററായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2-3 പേരൊക്കെ ഇപ്പോൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും ടോപ്പ് കമൻറ്റർ ആവാം. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ടോപ്പ് കമൻറ്റർക്കാണ്. 2-3 വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ലക്കി ഡ്രോ വഴിയാണ്. നമ്മളപ്പോൾ അതും കമൻറ്റിൽ തന്നെയാണ്, ഈ വീഡിയോയുടെ കമൻറ്റിൽ തന്നെ. അപ്പോൾ കമൻറ്റ് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ടച്ച് ചെയ്യണത് ആരാണോ കമൻറ്റർ അയാളാവും. അങ്ങനെയാണ് 2-3 വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളി. എന്തായാലും ഇതുവരെ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും
ചെയ്തിട്ട് ഗിഫ്റ്റ് ഒന്നും കിട്ടാത്തവരും ഒക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിൽ എന്തായാലും നിങ്ങളിതിലൊരു അംഗമാവുക, ഗിഫ്റ്റ് എന്തായാലും കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളെ ഗിവ് അവേ ടൈം എന്ന് പറഞ്ഞാൽ 1 മാസമാണ്. അപ്പോൾ ഇനി April 15 നമ്മളെ ഗിവ് അവേ അവസാനിക്കും. അപ്പോഴേക്കും നമ്മളെ ചാനൽ 100K ആയാലാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്തായാലും 100K ഒക്കെ ആവാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളതൊക്കെ വരും വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ നിങ്ങൾക്ക് വരും വീഡിയോകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കണേ. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ബിരിയാണി റെഡി ആയിക്കണേ. അപ്പോൾ ബിരിയാണിക്ക് നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും കൂടെയാണ് ഒഴിച്ചത് റൈസിന്. എന്നിട്ട് അതിൽ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് വറുത്ത് ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് നമ്മൾ ആ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ട്, ആ വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. എന്നിട്ട് തുറന്ന് നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചും കൂടെ വേവിച്ചാൽ നമ്മളെ റൈസ് റെഡിയാണ്. പിന്നെ റൈസ് ഒട്ടും പൊട്ടും ഉടയും ഒന്നുമില്ല. കാരണം അതിനാണ് നമ്മൾ അരി ആ നെയ്യിലൊന്ന് വറുത്തെടുത്തത്. അപ്പോൾ പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നെയ്ച്ചോറ് നല്ല വെള്ള കളർ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഗീ റൈസ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെക്കുക. ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലൊക്കെ മസാല വയറ്റിയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇപ്രാവശ്യം ഇതിന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. ഇനിയും വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.